ഇപ്പോൾ ഈ ലോകകപ്പ് വർഷം എന്ന് പറയുമ്പോഴേ ചില രാജ്യങ്ങൾക്ക് ഒരു കൺഫ്യൂസിങ് സീസണാണ്. കാരണം അവർ ലോകകപ്പ് വിൻ ചെയ്യുകയാണെങ്കിൽ അവരൊരു രാജ്യം എന്നൊരു വികാരത്തിൽ ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്ത് നിൽക്കും. അത് കഴിഞ്ഞൊരു ക്ലബ് സീസൺ വരുമ്പം അതുവരെ ഉണ്ടായിരുന്ന ഒരു ഹാർമോണിയൊക്കെ അങ്ങോട്ട് ബ്രേക്ക് ആവുകയാണ്. ഒരു 10-20 ക്ലബ്ബുകളായിട്ട് അവർ തിരിയും ആളുകൾ. അപ്പോൾ അത്തരത്തിലുള്ളൊരു എക്സൈറ്റിംഗ് ലീഗ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലാലിഗയിലാണ്. കാരണം ഒരു 10-16 വർഷങ്ങൾക്ക് ശേഷം സ്പെയിൻ കപ്പടിക്കുന്നു. അവരത് വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ലാലിഗ വരുന്നു. അവിടെ എത്തുമ്പോൾ നമുക്കറിയാം ലാലിഗയിൽ എന്നും നമ്മളൊരു സ്പെസിഫൈഡ് ടോപ്പ് 3 ഉണ്ടെങ്കിലും ലാലിഗയിലെ മത്സരങ്ങൾ കുറച്ചും കൂടി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പോൾ ഈ മെസ്സി റൊണാൾഡോ ആ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അങ്ങോട്ടേക്ക് ഏത് ടീമും ഒരു കട്ടക്ക് നെക്ക് ടു നെക്ക് കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ മാറി നമ്മൾ കണ്ടിട്ടുണ്ട്. ചില വലിയ ടീമുകൾ താഴത്തോട്ട് പോകുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വർഷവും ലാലിഗ തുടങ്ങി 2 മാച്ച് ഡേ ഒക്കെ ആവാൻ പോകുന്നു. ഓരോ ടീമിനും രണ്ടാമത്തെ മത്സരങ്ങളൊക്കെ ചില ടീമുകൾ കളിച്ചു കഴിഞ്ഞു. പക്ഷേ അവിടെ എപ്പോഴും ഒരു എക്സൈറ്റിംഗ് ഫാക്ടറായിട്ട് നിലനിൽക്കുന്നത് ഒരു താരമാണ്. ഹൂലിയൻ അൽവാരസ് എന്നുള്ളൊരു പ്ലെയറാണ്. ഈ പ്ലെയർ അത്ലറ്റിക്കോയിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ കൂവലുകൾ മാത്രമാണ്. എന്നാൽ ഇങ്ങോട്ടേക്ക് വരൂ എന്ന് പറഞ്ഞ് ബാർ സപ്പോർട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു സിനാരിയോ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. കാരണം ഒരു പ്ലെയറിൻ്റെ ഭാവി, അയാളുടെ നിലവിലെ സ്റ്റേറ്റ്, അതായത് വർത്തമാനം, നമ്മൾ ഈ രണ്ട് കാര്യത്തിലും ഭയങ്കര കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അൽവാരസ് സിനാരിയോ ശരിക്കും എത്രത്തോളം ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്ലെയറിന് ഇനി എന്തായിരിക്കും ഒരു ചാൻസസ് എന്നുള്ളത്? എനിക്ക് ഫസിയ വേൾഡ് കപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. ശരിക്കും ഇതേപോലത്തെ ഒരു സെനാരിയോ ആയിരുന്നു 2010 സ്പെയിന് വേൾഡ് കപ്പ് അടിക്കുന്നു. അന്നൊന്നും തമ്മിലൊരു സിമിലാരിറ്റി ഉണ്ട്. എന്താണ്, മൗറീഞ്ഞോ 2 കാലത്തും റയലിൻ്റെ കോച്ച് ചെയ്യുന്ന സമയമാണ്. അന്ന് ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. കസിയാസ് പിന്നെ സ്പെയിൻ താരങ്ങളോട് ഭയങ്കര സൗഹൃദം ബാഴ്സയിൽ ഉണ്ടാക്കുന്നു, മൗറീഞ്ഞോ ഒരിക്കലും അനുവദിക്കില്ല എന്നുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു വന്നത് അൽവാരസിനെ കുറിച്ചാണ്. അൽവാരസിൻ്റെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് സത്യത്തിൽ തോന്നുന്നു, നമ്മളെ നാട്ടിലൊക്കെ സാധാരണ ഈ പ്രണയം ഉണ്ടാവുമല്ലോ. അതായത് ഒരു പെൺകുട്ടിക്ക് ആ നാട്ടിൽ തന്നെയുള്ളൊരു മറ്റൊരു പ്രമാണിയുടെ മകനോട് ഒരു പ്രണയം ഉണ്ടാവും. അപ്പോൾ എന്താവും, ആ പെൺകുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ വാപ്പ പറയും വേറെ ആർക്ക് കെട്ടിച്ചു കൊടുത്താലും എനിക്ക് തരില്ല. ഏതാണ്ട് ഇതേ സിറ്റുവേഷനാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. കാരണം അൽവാരസ് എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഒരു കാലത്ത് വലിയ ഹൈപ്പിലുണ്ടായിരുന്ന ഒരു പ്ലെയറാണ്. കാരണം വേൾഡ് കപ്പിൽ അർജൻറ്റീനയുടെ സ്ക്വാഡിലുണ്ടായിരുന്നു. പക്ഷേ പെപ്പുമായിട്ടും ഇതുപോലത്തെ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ഒന്നാമത്തെ പ്രധാന പ്രശ്നം അവിടെ ഹാളണ്ട് ഉണ്ട്. അപ്പോൾ സ്ക്വാഡിൽ വലിയ അവസരം കിട്ടാറില്ലായിരുന്നു. അങ്ങനെയാണ് അൽവാരസ് പോരുന്നത്. അന്ന് തന്നെ പെപ്പ് പറഞ്ഞിരുന്നു അൽവാരസിന് പോകണമെങ്കിൽ പോകാം, നിന്നാൽ അൽവാരസിനാണ് മെച്ചം എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു അൽവാരസിനോട്. അപ്പോൾ അൽവാരസ് അത്ലറ്റിക്കോയിലേക്ക് വന്നു. വലിയ തുകക്കാണ് അത്ലറ്റിക്കോ വാങ്ങുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ സത്യത്തിൽ 2 വശങ്ങളുണ്ട്. ഒന്ന്, അത്ലറ്റിക്കോ പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട്. കാരണം 2030 വരെ അത്ലറ്റിക്കോക്ക് കോൺട്രാക്റ്റുള്ള ഒരു പ്ലെയറാണ് അൽവാരസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ അൽവാരസിനെങ്ങനെ ബാഴ്സലോണ 1 വർഷമായിട്ട് അവരുടെ പിന്നാലെ നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രസ്താവനകൾ പറയുന്നു. ഇതൊക്കെ അവരെ പ്രൊവോക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ഈഗോ ഹർട്ടായി കഴിഞ്ഞു. പിന്നെ ഈ ബാഴ്സലോണയുടെ ഒരു രീതിയുണ്ട്, ബാഴ്സ ഫാൻസിന് ചിലപ്പോൾ ഇഷ്ടമാവില്ലെങ്കിലും, കാരണം ബാഴ്സക്ക് സാമ്പത്തികമായി സ്പെൻഡ് ചെയ്യുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ബാഴ്സലോണ ഈ അടുത്ത കാലങ്ങളിലൊക്കെ ഉള്ള അവരുടെ ട്രാൻസ്ഫർ അവർ ആ ക്ലബ്ബുമായിട്ട് ബന്ധപ്പെടുന്നതിന് കുറച്ച് മുമ്പായിട്ട് ആ പ്ലെയറുമായിട്ടൊരു പേഴ്സണൽ അഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഏത് പ്ലെയറിൻ്റെ കയ്യിലെടുത്താലുണ്ട്. അപ്പോൾ റോഡ്രിയെ ഇത്ര വേഗം സൈൻ ചെയ്യുന്നത്, റോഡ്രി ബാഴ്സലോണയിൽ മാഞ്ചസ്റ്റർ സിറ്റിയിലുണ്ടായിരുന്ന ഒരാളുടെ കല്യാണത്തിന് ബാഴ്സലോണയിലേക്ക് റോഡ്രി വരുന്നുണ്ട്. ബാഴ്സലോണ സിറ്റിയിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് ഡെക്കോ പേഴ്സണലായിട്ട് റോഡ്രിയെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അൽവാരസിൻ്റെ പിന്നാലെ ബാഴ്സ നേരത്തെ ഉണ്ട്. കാരണം ഒരു സ്ട്രാറ്റജിയാണ് അതൊന്ന്, ആ പ്ലെയർ വഴി ആ ക്ലബിനെ കുറച്ചുകൂടി പ്രഷർ ചെയ്യാൻ പറ്റും. പിന്നെ ട്രാൻസ്ഫർ തുകയൊക്കെ അവസാന ഘട്ടത്തിൽ പിന്നെ ഒഴിഞ്ഞു പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടി കൂടിയിട്ടാണ് ആ താരവുമായി പേഴ്സുന്നത്. അപ്പോൾ അൽവാരസുമായിട്ട് ഇങ്ങനൊരു ടോക്ക് ബാഴ്സ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അൽവാരസ് ഓൾമോസ്റ്റ് ബാഴ്സയിലേക്ക് ഉറപ്പിച്ച് നിൽക്കുകയാണ്. പക്ഷേ അത്ലറ്റിക്കോക്ക് അവരുടെ ഈഗോ ഹർട്ടായി കഴിഞ്ഞു. എന്നാൽ അവർക്ക് സാങ്കേതികമായിട്ട് അത്ലറ്റിക്കോ ചെയ്യുന്നതിൽ പ്രശ്നമുണ്ടെന്നും പറയാൻ പറ്റില്ല. 2030 വരെ കരാറിലെ ഒരാളെ ആണ്. പിന്നെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ഇളവ് കൊടുത്താൽ അടുത്ത താരവും ചിലപ്പോൾ ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കിയേക്കാം. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് വിഷയമാണ്. പക്ഷേ ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ അത്ലറ്റിക്കോ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം അവർ വിട്ടുകൊടുക്കാത്തത് മാത്രമല്ല, അവർ ആരാധകർക്ക് എറിഞ്ഞു കൊടുക്കുന്ന പോലത്തെ ഒരു ഫീലുണ്ട്. ഇപ്പോൾ അൽവാരസ് ഇന്നലെ ഇരിക്കുന്ന ഇരുത്തൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്ന ഒരു ഇരുത്താണ്. ഒരു പ്ലെയർ എന്താ പറയുക, സ്വന്തം ക്ലബ്ബിൽ സ്വന്തം ആരാധകരുടെ കൂവലേൽക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും ദാരുണമായ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അൽവാരസിൻ്റേത് ഒരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണ്. ഇനി ബാഴ്സലോണക്കാണെങ്കിൽ ബാഴ്സലോണ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു പ്ലെയറാണ്. കാരണം ലെവൻഡോസ്കി പോകാമെന്ന് കണ്ടപ്പോൾ മുതലേ അവർ ഈ അൽവാരസിന് പിന്നാലുണ്ട്. കാരണം ഈ ഒരു ഫ്ലിക്കിൻ്റെ സ്റ്റൈലിലൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്ലെയറാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി മുന്നിലുള്ള ചോദ്യം എന്ന് പറയുന്നത്, അൽവാരസ് വന്നില്ലെങ്കിൽ പിന്നെ ബാഴ്സ ആരായിരിക്കും നമ്പർ 9 എന്നുള്ളതാണ്. എന്താണ് ഫസീന? ഇപ്പോൾ ബാഴ്സക്ക് ഉള്ള ഏറ്റവും വലിയ ഞാൻ കണ്ടൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഫ്ലിക്കിൻ്റെ സിസ്റ്റവും ഇപ്പോൾ നിലവിലുള്ള പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് മാച്ചാണ്. അത് ഫ്ലിക്കിൻ്റെ സിസ്റ്റത്തിൽ ഒരാൾക്കൊരു സ്പെസിഫൈഡ് റോള്, നീ ലെഫ്റ്റ് മിഡ് ഫീൽഡർ കളിച്ചാൽ മതി, നീ ലെഫ്റ്റ് വിങ് ഫോർവേഡ് കളിച്ചാൽ മതി, അങ്ങനെ ഒരു പൊസിഷനല്ല.
പലപ്പോഴും സ്വിച്ച് ചെയ്ത് കളിക്കുന്ന നമ്മൾ കാണാറുണ്ട്. ഒരു കംപ്ലീറ്റ് സ്വിച്ച് മാറാറുണ്ട്. അപ്പം റഫീനയെ AMF യൂസ് ചെയ്യാം, ലെഫ്റ്റിൽ യൂസ് ചെയ്യാം. ഇപ്പം ഡാനിയൽ കഴിഞ്ഞ മത്സരത്തിൽ ഇപ്പം 5-0 ജയിച്ച ഒരു വലിയ വിജയത്തോടുകൂടി തുടങ്ങിയെന്നുണ്ടെങ്കിലും ആ മത്സരത്തിൽ നമുക്കറിയാം അഡൈമി ആയിരുന്നു സ്ട്രൈക്കറായിട്ട് കളിച്ചിരുന്നത്. അഡൈമി സ്കോർ ചെയ്യുകയൊക്കെ ചെയ്തു. അഡൈമിയെ പിൻവലിച്ചുകൊണ്ട് ഓൽമോയാണ് സ്ട്രൈക്കർ റോൾ അല്ലെങ്കിൽ ആ ഒരു അറ്റാക്കിംഗ് റോളിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് ഈ ഒരു പ്ലെയേഴ്സിനെ പലപ്പോഴും പല പൊസിഷനിലും റൊട്ടേറ്റ് ചെയ്ത് കളിപ്പിക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും ബാർസ ഈ ഒരു വർഷം 1-2 ട്രാൻസ്ഫർ, ഒരു 3ഓളം ട്രാൻസ്ഫറുകൾ ബാർസ നടത്താനിരിക്കുന്നുണ്ട്. അതായത് അവർക്ക് സ്ക്വാഡിലെ പ്ലെയേഴ്സിനെ ഓഫ്ലോഡ് ചെയ്തിട്ട് പകരം ആ ഒരു സ്പേസ് ഫില്ല് ചെയ്യാൻ പൽവാരസിനൊക്കെ വരുമ്പോൾ ഒരു സ്പേസ് വെച്ചിട്ടുണ്ടല്ലോ, ആ സ്പേസിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ്. അപ്പം അതിലവർ പ്രധാനമായിട്ട് ഇറങ്ങുന്നു. ലൗതാരോ മാർട്ടിനസിൻ്റെ പേര് പറയുന്നുണ്ട്. ആൾ കുറേ കാലമായിട്ട് സിരിയെ നിന്നൊന്ന് മാറി പരീക്ഷിച്ച് നോക്കണം എന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പല പ്ലെയേഴ്സുമായിട്ട് അയാൾക്ക് താല്പര്യമുണ്ട് ഈ ഒരു ടീമിലേക്ക്, ഫ്ലിക്കിൻ്റെ സിസ്റ്റത്തിലേക്ക് പറ്റും. നമ്മൾ പറയില്ലേ അൽവാരസ് എത്രത്തോളം ഈക്വൽ പറ്റുന്ന ഒരു പ്ലെയറാണ്, മാച്ചിങ് പ്രൊഫൈലാണോ, അതുപോലെ തന്നെയാണ് മാർട്ടിനസും. അതായത് ഏരിയൽ ബോളുകൾ കണക്ട് ചെയ്യാനും ബോക്സിൽ നമ്മൾ പറയും ഫോക്സ് ഇൻ ദ ബോക്സ് എന്ന് പറയുന്ന പോലെ ബോക്സിൽ ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പെർഫെക്റ്റ് സ്ട്രൈക്കറാണ്. അപ്പം ലൗതാരോയെ നോക്കുന്നുണ്ട്. പക്ഷേ ഈ ലൗതാരോൻ്റെ കേസിൽ നമ്മൾ അവിടെയും വെല്ലുവിളിയാവുന്നത് ഈ അത്ലറ്റിക്കോ മാഡ്രിഡാണ്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അത്ലറ്റിക്കോ അൽവാരസിനെ വിടാതിരിക്കുന്നതിൻ്റെ നമ്മൾ കുറേ റീസൺ, ഈഗോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ടാക്റ്റിക്കലി ഒരു പ്രശ്നമുണ്ട്. അതായത് സോർലോത്ത് ടീമിൽ നിന്ന് പോകാൻ നിൽക്കുകയാണ്. സോർലോത്തിന് അത്ലറ്റിക്കോ സിസ്റ്റം വർക്കാവുന്നില്ല. അത്ലറ്റിക്കോ ഒന്ന് മാറാനുള്ള ഒരു പ്ലാനാണ് സോർലോത്തിനുള്ളത്. അപ്പോൾ സോർലോത്തിന് കാരണം ഇവിടെ റൈറ്റ് വിങ്ങറായിട്ടൊക്കെ പരീക്ഷണങ്ങളാണ്, സിമിയുടെ പരീക്ഷണങ്ങളാണ് സോർലോത്ത് പോകാനുള്ള കാരണം. അപ്പോൾ സോർലോത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അൽവാരസ് മാത്രമാണ് ഇവർക്കൊരു വിശ്വസിക്കാൻ പറ്റുന്ന സ്ട്രൈക്കർ ഉള്ളത്. അപ്പോൾ അൽവാരസിനെയും കൂടി വിറ്റ് കഴിഞ്ഞാൽ ഒരു ടോട്ടൽ കൊളാപ്സിലേക്ക് പോയേക്കാം എന്നുള്ളൊരു ഭയമുണ്ട്. അൽവാരസ് ഒരു ആഴ്സണൽ സ്ട്രോങ് ചാൻസ് പറയുന്നുണ്ടാവും. പക്ഷേ അവർ ആ സമയം കൊണ്ട് ഒരു ബാക്കപ്പിനെ കൊണ്ടുവരാൻ, ഒരു പെർഫെക്റ്റ് ബാക്കപ്പ്, അതായത് ഒരു പുതുമുഖത്തിനെ പരീക്ഷിക്കുക എന്നുള്ളത് കാര്യമില്ല. ഒരു പെർഫെക്റ്റ് സ്ട്രൈക്കറെ കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരിപ്പോഴും ലൗതാരോ മാർട്ടിനസിന് വേണ്ടിയിട്ട് അത്ലറ്റിക്കോയും ശ്രമം നടത്തുന്നുണ്ട്. നമ്മൾ പറഞ്ഞ അർജന്റീൻ കണക്ഷൻ ഉണ്ടല്ലോ, പ്ലെയേഴ്സിന് ഇവിടെ ഒരുപാട് അർജന്റീനക്കാരുണ്ട്. ഇപ്പോൾ ഈ അർജന്റീൻ കണക്ഷൻ വെച്ചിട്ട് ലൗതാരോയെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള ശ്രമങ്ങൾ അത്ലറ്റിക്കോ നടത്തുന്നുണ്ട്. മീൻവെയിൽ അപ്പുറത്ത് ബാർസയും നടത്തുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ടീമുകൾ തമ്മിൽ നമ്മൾ അൽവാരസിന് വേണ്ടിയിട്ട് എത്രത്തോളം ഫൈറ്റ് ഉണ്ടോ അതേപോലെ ബാക്കപ്പിൽ അല്ലെങ്കിൽ ബാക്ക് എൻഡിൽ നടക്കുന്നുണ്ട് ഈ ലൗതാരോയ്ക്ക് വേണ്ടിയുള്ള ഫൈറ്റ്. ഇനി ഇതൊന്നും നടന്നിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ബാർസയുടെ കയ്യിൽ തന്നെ ഉണ്ട് ഒരു വജ്രായുധം, ഹംസ എന്നുള്ള പ്ലെയർ. ഈ ഹംസ എന്നുള്ള പ്ലെയർ നമുക്കറിയാം അൽ അഹ്ലിയിൽ നിന്ന് അവർ കൊണ്ടുവരുമ്പോൾ ഒരു പക്ഷേ ബാർസ അത്ലറ്റിക്, അതായത് ബി ടീമിലേക്കുള്ള ഒരു പ്ലെയർ എന്നുള്ള പ്രൊഫൈലായിരുന്നു കൊണ്ടുവന്നിരുന്നത്. ഒരു 4 പ്ലെയേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുവന്നൊരു സമയം ഉണ്ടായിരുന്നു ഡെക്കോ. അതിലൊരു 4-ാമൻ മാത്രമായിരുന്നു ഹംസ എന്നുള്ളത്. പക്ഷേ പ്രീ സീസൺ മത്സരങ്ങൾ ആ പ്ലെയർ തൻ്റെ ക്വാളിറ്റി എന്താണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ജോൺ ക്യാമ്പർ ട്രോഫിയിൽ അൽ അഹ്ലിക്കെതിരെ തന്നെ ആൾ കളിച്ചു, സ്കോർ ചെയ്യുകയൊക്കെ ചെയ്തു, നന്നായി കളിക്കുന്നുണ്ട്. അതൊരു യങ് പ്ലെയർ ആണെന്നുള്ള അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസിൻ്റെ കുറവുണ്ടാവും ഒരു പക്ഷേ. കാരണം ആൾ കളിച്ചിരുന്ന ഈജിപ്ഷ്യൻ ലീഗും ലാ ലീഗും തമ്മിലുള്ള അത്ര വ്യത്യാസമുണ്ട്. ചാമ്പ്യൻസ് ലീഗിലേക്ക് പോകുമ്പോൾ എത്രത്തോളം ഹംസയെ ഒരു പ്രോപ്പർ സ്റ്റാർട്ടറാക്കി ഉപയോഗിക്കാൻ പറ്റുമെന്നറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും ഈ ബാഴ്സക്ക് നമ്പർ 9 എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം ചാമ്പ്യൻസ് ലീഗാണ്. കാരണം ഫ്ലിക്ക് വന്ന് 2 സീസണായി, 2 സീസണും ലാ ലീഗ് അടിച്ചു. അപ്പോൾ ഈ സീസൺ തീർച്ചയായിട്ടും ക്ലബ്ബ് മാനേജ്മെൻറ്റ് ഫ്ലിക്കിനോട് ഡിമാൻഡ് ചെയ്യുന്നത് അതിന് മുകളിലുള്ള റിസൾട്ടാണ്. അതിന് മുകളിൽ എന്ന് പറയുമ്പോൾ ചാമ്പ്യൻസ് ലീഗാണ്. കാരണം 11 വർഷമായി, 2015 ഏറ്റവും അവസാനമായിട്ട് അടിച്ചത്. ഇപ്പോൾ റയലിൻ്റെ സിറ്റുവേഷനൊക്കെ നോക്കുകയാണെങ്കിൽ പൈസക്ക് എല്ലാം കൊണ്ടും ചാമ്പ്യൻസ് ലീഗ് അടിക്കാനുള്ളൊരു ടൈം ഒത്തു എന്നാണ് അത് ക്ലബ്ബും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ട്രാൻസ്ഫർ വിപണിയിൽ കൃത്യമായിട്ട് ഇടപെടുന്നു. പിന്നെ ലാപ്പോട്ടെ പടിപടിയായിട്ട് ഇങ്ങനെ ക്ലബിൻ്റെ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബെർത്തമ്യൂ പടിയിറങ്ങുമ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ. കാരണം വളരെ ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഈ സീസൺ തന്നെ അവർക്ക് ഒരുപാട് ആനുകൂല്യം കിട്ടി. ഒന്ന് ലെവൻഡോസ്കി പോയി എന്നുള്ളത് തന്നെ ഒരു സാലറിയിലെ വലിയൊരു ബാധ്യത കുറച്ചു. പിന്നെ അരോഹോ ലോണിൽ ലിവർപൂളിലേക്ക് പോയി എന്ന് മാത്രമല്ല, ലിവർപൂൾ ആ ഒരു ഫുൾ എമൗണ്ട് പേ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് സാലറി. അത് വലിയൊരു ആശ്വാസമാണ്. കൂടാതെ ഫെറൻ ടോറസിനെ വലിയൊരു തുകക്ക് വിൽക്കാൻ കഴിഞ്ഞു. ഇത് ഭയങ്കര ലാഭമാണ്. പിന്നെ ബാഴ്സലോണയുടെ ഏറ്റവും വലിയ അവരുടെ ഒരു അസറ്റ് എന്ന് പറയുന്നത് ലാമാസിയാണ്. ഒരുപാട് ട്രാൻസ്ഫറിലൂടെ സ്പെൻഡ് ചെയ്യേണ്ട തുക അവർ ലാഭിക്കുന്നു. കാരണം ലാമാസി എന്നുള്ള ഒരുപാട് പേര് വന്നിട്ടാണ് ആ വാക്കും ഫില്ല് ചെയ്യുന്നത്. കൂടാതെ ലാമാസിയയിൽ നിന്ന് വിൽക്കുന്നത് ഫുൾ പ്രോഫിറ്റാണ്. ലാമാസിയിലൊരു പ്രോഫിറ്റ് മുമ്പ് അവരത് അത്ര കോൺഷ്യസ് അല്ലായിരുന്നു. ഇപ്പോൾ മുമ്പൊക്കെ പല പ്ലേയേഴ്സും അവസരമില്ലാത്ത ലാമാസിയ പ്ലേയേഴ്സൊക്കെ ചെറിയ തുകക്കോ അല്ലെങ്കിൽ അങ്ങ് വിറ്റ് പോകാറാണ് പതിവ്. ഇപ്പോൾ അത് കൃത്യമായിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ സീസൺ തന്നെ 3ഓളം പ്ലേയേഴ്സിന് പോകുമെന്ന് പറയുന്നുണ്ട്. ഒന്ന് കെസാഡോ ആണ്, പിന്നെ നമ്മുടെ ഹെക്ടർ ഫോർട്ട് പോകുന്നു, ബാൽഡെ. ഈ 3 പേരും ലാമാസിയ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇവർ 3 പേരും വിൽക്കുന്നതിലൂടെ ഏകദേശം 100 മില്യൺ സ്വരൂപിക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ വലിയൊരു സാമ്പത്തികമായിട്ട് തന്നെ വലിയതെന്ന് ഞാൻ പറയുന്നില്ല, ഫിനാൻഷ്യലി കുറച്ചുകൂടിയും സ്റ്റേബിളാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇത്തരം ഡീലുകൾക്ക് സാധിച്ചതെന്നുള്ളത്. നമ്മൾ ബർത്തോമിയോറ കഴിഞ്ഞ് ലപ്പോർട്ട വരുമ്പോഴുള്ള ബാർസയുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം അന്നൊന്നും അവർക്ക് ഈ 1:1 റേഷ്യോ ലാലിഗ ടീമുകൾ എപ്പോഴും 1:1 എത്താനാണ് ശ്രമിക്കുക. കാരണം 1:1 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് എന്താണോ
ഏർണിങ്സ് ഉള്ളത് അത് മൊത്തം സ്പെൻഡ് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ കിട്ടും. ലലീഗ ടീമുകൾക്ക് ഏറ്റവും അൾട്ടിമേറ്റ്ലി ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഭരിക്കാൻ വേണ്ടത് ആ 1:1 റൂളാണ്. ഏറ്റവും അവസാനം ബാർസ 1:1 ആയതൊക്കെ ബർത്തോമേൻ്റെ തുടക്ക കാലഘട്ടത്തിലായിരുന്നു. പിന്നീട് അങ്ങോട്ട് അതൊരു കൊളാപ്സ് ആയിരുന്നു. നിലവിൽ ഈ സീസണിൽ ബാർസ 1:1 അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പം ലെവൻഡോസ്കി പോയപ്പം കിട്ടിയ ഒരു വലിയ വേജ് ഗ്യാപ്പ് ഉണ്ട്. ഈ ഫെറാൻ ടോറസിനെ വിറ്റപ്പോൾ കിട്ടിയ എമൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഈ 3 ലാമാസിയ പ്ലേയേഴ്സിനെ വിൽക്കുമ്പോൾ അവർക്ക് കിട്ടാൻ പോകുന്ന എമൗണ്ട് ഇതെല്ലാം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ബാർസ 100% കോൺഫിഡൻസിൽ നിൽക്കുന്നത്. അൽവാരസ് വരാൻ റെഡിയാണെങ്കിൽ, അത്ലറ്റിക്കോ വിടാൻ റെഡിയാണെങ്കിൽ 100 മില്യൺ ഈ ഒരു എമൗണ്ട് തരാം. മുമ്പൊക്കെ നമ്മൾ ബാർസ ഒരു പ്ലെയറിനെ വാങ്ങുമ്പോൾ 30-40 ഭയങ്കര ബാർഗെയിൻ പലപ്പോഴും കാണാറുണ്ട്. ഇപ്പോൾ റോഡ്രിയുടെ കേസ് പോലെ ഇവർ ഈ ബാർഗെയിൻ എടുക്കുന്ന വെച്ചാൽ അതിൽ നിന്ന് ലാഭിക്കുന്ന എമൗണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അൽവാരസിന് സ്പെൻഡ് ചെയ്യാം. ഒരു നമ്പർ 9 നിർബന്ധമാണെന്നുള്ളതാണ്. അപ്പോൾ ഈ 1:1 എത്തിയത് ബാർസയ്ക്ക് സീസൺ അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ അത്ലറ്റിക്കോട് ഒരുപാട് കൺസേൺസ് ഉണ്ട്. 500 മില്യൺ റിലീസ് ക്ലോസാണ് വെച്ചത് അത്ലറ്റിക്കോ. അതായത് ഒരു തരത്തിലും നിങ്ങൾക്ക് ഞങ്ങൾ തരൂല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിൽ നമ്മുടെ ഇനി റയലിലേക്ക് വന്നു കഴിഞ്ഞാൽ റയൽ ഇപ്പോൾ നിരന്തരം വാർത്തകളാണ്. പ്രധാനപ്പെട്ട കാരണം മൗറീഞ്ഞോ ആണ് കോച്ച് എന്നുള്ളതാണ്. പക്ഷേ മൗറീഞ്ഞോ എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ഒരു അഗ്രസീവ് ഒന്നും ഇല്ല. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പറയും ഒരു ഹജ്ജിന് പോയെന്ന ഒരു ഫീലുണ്ട്. മൗറീഞ്ഞോയുടെ ഒരു ഭാവം, ലുക്ക്, ഹെയർ സ്റ്റൈല്. എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ ആശാൻ്റെ ഉള്ളിലുള്ളത് വരും. ഇപ്പം ഇന്നലെ നമ്മുടെ ഡിഫൻഡറോട് പറയുന്നുണ്ട്, ത്രോ വൈകിച്ചപ്പോൾ പറയുന്നുണ്ട് പെട്ടെന്ന് എടുക്കാൻ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് റഫറിയോടൊന്ന് ചൂടാവുന്ന കണ്ടു വിനീഷ്യസിൻ്റെ. ആശാൻ്റെ ഉള്ളിലുണ്ട്. എന്നാൽ പോലും ആശാൻ മീഡിയകളോടൊന്നും പോലെ പ്രൊവോക്കിംഗ് അല്ല. പക്ഷേ മീഡിയകളോട് അത് ഇന്നലെ വളരെ കൗതുകമുള്ളൊരു കാര്യം പറഞ്ഞു. എൻ്റെ ടീം ലൈനപ്പ് ധൈര്യം ഉണ്ടെങ്കിലൊന്ന് നിങ്ങൾ ഈ വർഷം ചോർത്തുന്നത് കാണട്ടെ എന്ന് പറയുന്നുണ്ട്. അത് ഒരു ചാലഞ്ചായിട്ടാണ്. കാരണം റയലിൻ്റെ എല്ലാ കാലത്തുള്ള പ്രശ്നമാണ് ഈ ടീം. മുമ്പ് മൗറീഞ്ഞോ ഉള്ള കാലത്തിന് നമുക്കറിയാം മാർക്കയിൽ ഒരു എൽ ക്ലാസിക്കോ ലൈനപ്പ് വന്നതും അത് ആരാണ് ചോർത്തിയെന്നുള്ള മൗറീഞ്ഞോയുടെ അന്വേഷണമൊക്കെ ഉണ്ട്. ഇപ്പോൾ സാബിയുടെ കാലത്ത് പോലും ക്ലബ് വേൾഡ് കപ്പ് ടൈമിൽ ഈ ചോർന്നത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. അതിനുശേഷമാണ് സാബി ഈ കുറച്ചും കൂടി അച്ചടക്കമൊക്കെ പുറത്തെടുത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇല്ലാതാക്കാൻ മൗറീഞ്ഞോ ശ്രമിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഈ പെരസിൻ്റെയൊക്കെ ഒരു ലക്ഷ്യം ഇതൊക്കെ തന്നെയാണ്. ഒന്ന് സ്റ്റേബിളാക്കുക എന്നുള്ളതാണ്. പെട്ടെന്നൊരു വൻ റിസൾട്ടിനേക്കാൾ ഉപരി ഉണ്ടാവാം. ഓഫ് കോഴ്സ് റയലാണ് ഡിമാൻഡിങ് ആയിരിക്കും. എന്നാൽ പോലും ഒരു സിറ്റുവേഷൻ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് കൂടി ആയിരിക്കും പിന്നെ മൗറീഞ്ഞോയുടെ വരെ. അപ്പോൾ റയലിൻ്റെ ആദ്യത്തെ ഒരു മത്സരം കാണുമ്പോൾ ഫസീൻ എന്താണ് റയലിനെ കുറിച്ച് തോന്നുന്നത്? ഇപ്പം റയൽ കളിച്ചത് ഇപ്പോൾ കഴിഞ്ഞ മത്സരം കളിച്ചു, ഒരു 2-1 ജയിച്ചു. ലാസ്റ്റ് മിനിറ്റിലാണ് അവർക്ക് വിന്നർ വന്നത്. എന്നിരുന്നാൽ കൂടി ലൈനപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ. നമ്മൾ വേൾഡ് കപ്പിൻ്റെ സമയത്ത് നമ്മൾ ഫസ്റ്റ് മാച്ചിന് എല്ലാ ടീമുകൾക്കും ഒരു ഹണിമൂൺ പീരീഡ് എന്നുള്ളൊരു ടാഗ് കൊടുക്കാറുണ്ട്. എക്സാക്ട്ലി ആ ടാഗാണ് ഞാൻ മൗറീനോയുടെ ഈ മത്സരത്തിന് പറയുന്നത്. കാരണം മൗറീനോ പ്രീ സീസൺ മത്സരങ്ങൾ 4-5 മത്സരങ്ങൾ കളിച്ചു, നല്ല റിസൾട്ടായിരുന്നു. പക്ഷേ ആ ടീമുകളൊന്നും നമ്മൾ പറയുന്ന ഒരു ലോങ് ടേം ടൂർണമെൻറ്റിന് പ്രിപ്പയർ ആയി വരുന്ന ടീമുകളായിരിക്കില്ല. അവർക്ക് പലപ്പോഴും അവരുടെ സീനിയർ പ്ലേയേഴ്സ് കളിച്ചിട്ടുണ്ടാവില്ല, അവരുടെ പ്രോപ്പർ 11 ആയിരിക്കില്ല കളിച്ചത്. ഒരു പരീക്ഷണം പോലെ എല്ലാ ടീമുകളും കളിച്ചിരുന്ന പ്രീ സീസൺ മത്സരങ്ങളാണ് വന്നത്. ഇതൊരു ഫസ്റ്റ് മാച്ചാണ്. അതുകൊണ്ട് തന്നെ ലൈനപ്പ് പ്രോപ്പറായിട്ട് പരീക്ഷിച്ച് നോക്കുന്നേ ഉള്ളൂ. ഫോർമാഷനിൽ പരീക്ഷകളുണ്ടാവും. പല പ്ലെയേഴ്സും പുതിയ ആളുകൾ. അപ്പം കഴിഞ്ഞ കളി സ്റ്റാർട്ട് ചെയ്തത് ഒന്ന് കൊനാട്ടയാണ്, ബെർണാഡോ സിൽവയാണ്. ഈ താരങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസൺ സ്ക്വാഡിലേ ഇല്ലാത്ത, അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിൽ ലലീഗ കളിക്കാത്തവരാണ്. ഇവർ പ്രീമിയർ ലീഗ് കളിച്ച് വരുന്നവർ. ഇവിടുത്തെ സ്റ്റൈലേ വ്യത്യാസമുള്ളതാണ്. അപ്പോൾ ഇവരൊക്കെ ഒന്ന് അഡാപ്റ്റ് ആയി വരാനുള്ളൊരു സമയം വേണം. അതുകൊണ്ട് തന്നെ ഒരു സെറ്റിൽമെൻറ്റ് പീരീഡ് ആയിരുന്നു ആ ഒരു മത്സരം. പക്ഷേ ഒരു ഒരു 3 പോയിന്റ് അൾട്ടിമേറ്റ്ലി വിജയിച്ചു എന്നുള്ളതിൽ റയൽ മാഡ്രിഡ് ഫാൻസിന് ഹാപ്പിയാണ്. റയൽ മാഡ്രിഡ് ഫാൻസ് സന്തോഷിക്കാനുള്ള വകയുണ്ട്. പിന്നെ താരങ്ങളുടെ പെർഫോമൻസ്, പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണിൽ അർദാ ഗുളറും ബെല്ലിംഗ്ഹാമും ഒക്കെ ആയിരുന്നു റയലിൻ്റെ പ്രതീക്ഷകൾ. ആ താരങ്ങൾ ഫസ്റ്റ് മാച്ചിലും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് റയലിൻ്റെ ഒരു അറ്റാക്കിന്, അല്ലെങ്കിൽ റയലിൻ്റെ ഒരു മുന്നോട്ടേക്ക് പോക്കിന് മിഡ്ഫീൽഡ് എന്തായാലും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പറയും എപ്പോഴും ക്രൂസിനെ പോലെ ഒരാൾ വേണം കൺട്രോൾ ചെയ്യാന്നുള്ളത്. അത് വന്നിട്ടില്ല. എന്നിരുന്നാൽ കൂടി ബാക്കി താരങ്ങൾ വെച്ച് ഒരു അറ്റാക്കിംഗ് സോണിൽ മിഡ്ഫീൽഡേഴ്സ്, ഈ 2 താരങ്ങളുടെ റോൾ അതിനിർണായകമാവും എന്നുള്ളത് ഫസ്റ്റ് മാച്ച് തെളിയിച്ച് കഴിഞ്ഞു. പിന്നെ നമ്മൾ മൗറീനോയുടെ കേസ് പറഞ്ഞു. മൗറീനോ തന്നെ പറഞ്ഞു, ഞാൻ ആ പണ്ടത്തെ 10 വർഷം മുമ്പ് ഇവിടുന്ന് പോയ ആ മൗറീനോ ആയിരിക്കില്ല, അല്ലെങ്കിൽ 15 വർഷം മുമ്പ് ഇവിടുന്ന് പോയ ഒരു മൗറീനോ ആയിരിക്കില്ല. ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട്, കുറേയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ മൗറീനോൻ്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞ ഒരു ഫയർ കെട്ടടങ്ങിയിട്ടില്ല. അയാൾക്ക് അറിയാം കളി എങ്ങനെ തിരിക്കണം എന്നുള്ളത്. ഈ ഒരു മത്സരത്തിൽ ഞാൻ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് കണ്ടത് കാർലോസ് എസ്പി എന്നുള്ള പ്ലെയർ ആയിരുന്നു. കാരണം ലലീഗയിൽ തെളിയിച്ചൊരു പ്ലെയറിനെ റയൽ എടുത്തു എന്നുള്ളതാണ്. മുമ്പ് ഇതുപോലെ ലലീഗയിൽ നന്നായി തെളിയിച്ചൊരു പ്ലെയറിനെ റയൽ കൊണ്ടുവരുന്നത് ഹൊസേലു ആണ്. ഹൊസേലുവിൻ്റെ ഒരു ക്ലോണാണ്. അതായത് അതുപോലെ തന്നെ റയലിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്നല്ല, ലാസ്റ്റ് മൊമെന്റിൽ വന്ന ആൾ ഗോൾ അടിക്കുന്നുണ്ട്. പക്ഷെ ആ ഗോൾ അടിക്കുമ്പോഴേ ആളുടെ ഒരു ഇൻറ്റൻഷൻ ഞാൻ പറഞ്ഞത്. കാരണം ആ ബോൾ വരുമ്പോൾ അവിടെ എംബാപ്പയാണ് ആ ബോളിലേക്ക് ആദ്യം അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ എംബാപ്പെ അടിക്കുന്നുണ്ട്, അതൊരു തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ എംബാപ്പയുമായിട്ടൊരു ക്ലാഷ് വരാൻ ചാൻസ് ഉള്ളൊരു റണ്ണായിരുന്നു. പക്ഷെ അത് കൃത്യമായി പൊസിഷൻ ചെയ്ത് കൃത്യമായി കോൾ ചെയ്ത് ആ ബോൾ ഫിനിഷ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടാളും കൂടി സെലിബ്രേഷൻ ഉണ്ട്, മൗറീനോയും റെസ്പിയും. അതായത് നമ്മൾ പറഞ്ഞ വലിയൊരു ഏജ് ഗ്യാപ്പുള്ള 2 ആളുകളാണ്. പക്ഷേ ഒരു ഫാമിലി എന്ന രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ എസ്പിക്ക് ലലീഗയിലുള്ള എക്സ്പീരിയൻസ് റയലിന് നന്നായിട്ട് ഇപ്രാവശ്യം ഗുണം ചെയ്യും. മൗറീനോ ആളിപ്പോൾ ഒരു സൂപ്പർ സബ് എന്ന നിലക്കാണ് യൂസ് ചെയ്യുന്നത്.
ആ ഒരു രീതി ആ ഒരു കോംബോ വർക്കൗട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹൊസേലു നമ്മൾ പറഞ്ഞ ഹൊസേലു ക്ലോണായിട്ട് തന്നെ SP മാറും പല ടൂർണമെൻറ്റുകൾ. ഇപ്പം റയൽ നമ്മൾ ചാമ്പ്യൻസ് ലീഗും ലലീഗൊക്കെ ഒരു സെക്കൻഡറി ടൂർണമെൻറ്റ്, ഈ കോപ്പ ഡെൽ റേ എന്നുള്ള ടൂർണമെൻറ്റാണ് റയലിന് പലപ്പോഴും അടിക്കാൻ പറ്റാതെ പോകാറുള്ളത്. ഒരു വിഷമം പോലെയാണ് പലപ്പോഴും ബിഗ് സ്റ്റേജ് എത്തിയിട്ട് കളയുന്ന ടൂർണമെൻറ്റാണ്. അപ്പം അതുപോലത്തുള്ള ഓഫ് ടൂർണമെൻറ്റ്സ് അല്ലെങ്കിൽ ഹോം ടൂർണമെൻറ്റ്സിലൊക്കെ ഒരുപക്ഷെ SP ഒക്കെ ആയിരിക്കും സ്റ്റാർട്ടർ കളിക്കുക. അത് തന്നെ റയലിന് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരിക്കും. ഒരു പ്രോപ്പർ സ്ട്രൈക്കർ. ഇപ്പോൾ ഹൊസേലു നമ്മളൊരു ഏജ് കൺസേൺ പറയുന്നുണ്ടെങ്കിലും SPക്ക് ആ കൺസേൺ ഇല്ല. ഒരു യുവതാരമാണ്, ഒരു under-20 അല്ലെങ്കിൽ 25 ബിലോ ഉള്ള പ്ലെയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലോങ് റണ്ണിന് റയലിന് നന്നായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർ സ്റ്റാർട്ടറായിട്ട് ബാക്കപ്പ് അപ്പോഴത്തേക്ക് നല്ലൊരു സ്റ്റാർട്ടറായിട്ട് എംബാപ്പയ്ക്കൊക്കെ ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ SP വളരും എന്നുള്ളത് റയൽ ഫാൻസിന് ഒരുപാട് ഹാപ്പി ആക്കുന്ന കാര്യമാണ്.